അനാവശ്യങ്ങളും അത്യാവശ്യങ്ങളും വേറെ വേറെയാണ്. അതിൽ നമുക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ആ ഇൻഷുറൻസിനെ കുറിച്ചാണ് ഇന്ന് ഞാനൊന്ന് പറയുന്നത്. പലർക്കും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഒത്തിരിയൊന്നും നമുക്കറിയില്ലെങ്കിലും അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. പ്രധാനമായിട്ടും 3 തരത്തിലാണ് ഇൻഷുറൻസ് ഉള്ളത്. ഒന്ന്, കാശ് മുതൽ മുടക്കില്ലാതെ കേന്ദ്ര ഗവൺമെൻറ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് ജനങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള ഒരു പ്രത്യേക മാനദണ്ഡങ്ങൾക്ക് അടിസ്ഥാനമാക്കിക്കൊണ്ട് അനുവദിച്ച് തന്നിട്ടുള്ള ഇൻഷുറൻസ്. അതിന് കാശിൻ്റെ ചിലവൊന്നുമില്ല. ഉദാഹരണം പറഞ്ഞാൽ ആയുഷ്മാൻ ഭാരത് 2011 സാമൂഹ്യ സാമ്പത്തിക സർവേ അനുസരിച്ച് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്നത്. 5 ലക്ഷം വരെ ഇൻഷുറൻസ് കവറേജ് കിട്ടും. വളരെ സിമ്പിളായിട്ട് ഒരു വ്യക്തിയുടെ ആധാർ നമ്പർ ഉണ്ടായാൽ നമുക്കത് നിലവിൽ അയാൾക്ക് അർഹത ഉണ്ടോ, അയാളുടെ കുടുംബത്തിന് അർഹത ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഓരോ എപ്പിസോഡിൽ എല്ലാം ക്യാഷ് മുടക്കിയിട്ട് എങ്ങനെ ചെയ്യാം, ക്യാഷ് മുടക്കാതെ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വ്യക്തമായിട്ട് ഓരോ എപ്പിസോഡിലും പറഞ്ഞുതരാം. എല്ലാം ഒറ്റൊന്നിൽ തന്നെ ഉൾക്കൊള്ളിച്ചാൽ കേൾക്കുന്നവർക്കും ബോറടിക്കും, പറയുന്ന എനിക്കും ബോറടിക്കും. അപ്പോൾ ഒന്നാമത്തെ സംഭവം അതാണ്. ഫ്രീ ആയിട്ട് കിട്ടുന്ന, ജനങ്ങളാർക്കും സ്വയം അറിയാത്ത കുറേ കാര്യങ്ങൾ. അതായത് നമ്മളതിലുണ്ടോ എന്നുള്ളത് പോലും ആർക്കും അറിയില്ല. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. പലരും ഒത്തിരി വീഡിയോകൾ ചെയ്തിട്ടുണ്ടാവും. നമ്മളതിനെക്കുറിച്ച് ബോധേഡാവണ്ട. ഞാനൊരു സിമ്പിളായിട്ടുള്ള രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അതുപോലെ അതിൽ ആളുകളെ ഉൾപ്പെടുത്താൻ പറ്റുമോ, പറ്റില്ലേ, എന്തെല്ലാം രീതികളാണുള്ളതെന്നുള്ളതൊക്കെ ഞാനൊന്ന് പറഞ്ഞുതരാം. രണ്ടാമതായിട്ടുള്ളത്, നമ്മൾ മുതൽ മുടക്കിയിട്ട് ആ മുതൽ മുടക്കുന്ന ഇതിൻ്റെ ഇരട്ടി നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് അഥവാ ഇന്ത്യ പോസ്റ്റിൻ്റെ RPLI PLI ഇന്ന് നിലവിലുള്ളത്. ഞാൻ മനസ്സിലാക്കിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ള ഒരു സ്കീമാണ് PLI, പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഡെത്തൊക്കെ സംഭവിക്കുകയാണെങ്കിൽ, ഇപ്പം ഞാനൊരു പെൺകുട്ടീനെ കൈ പിടിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി സേഫ് ആണോ എന്നുള്ളത് എനിക്ക് തീരുമാനിക്കാം. എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സന്തോഷത്തോടെ ഇരിക്കുമോ എന്നുള്ളത് എനിക്ക് തീരുമാനിക്കാം. കാരണം അത്യാവശ്യം ക്വാളിഫിക്കേഷനും കാര്യങ്ങളുള്ളൊരു വ്യക്തിയാണെങ്കിൽ, ഉദാഹരണം ഡിഗ്രി, PG, അതുപോലെ പ്രൊഫഷണൽ കോഴ്സസ്, അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളുള്ളവർക്ക്, ഗവൺമെൻറ് ജോബുള്ളവർക്ക്, അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഈ PLI എന്ന് പറയുന്നത്. ഞാനതിൻ്റെ ലിസ്റ്റ് നോക്കുമ്പോൾ, ഞാനതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് വേറെ. അപ്പം അതിനെക്കുറിച്ച് വ്യക്തമായ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. എന്താണ് PLI, എന്താണ് RPLI, അതിനെക്കൊണ്ടുള്ള പ്രോഫിറ്റ് എത്രയാണ്. നമ്മളിപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ് LIC. കുഴപ്പമൊന്നുമില്ല, ഒന്നുമില്ലാത്തതിൽ നല്ലത് കൊഞ്ഞാന്ന് പറയുന്ന പോലെ. സോറി, ഞാനത് ഒരു മോശപ്പെട്ട കാര്യമായിട്ട് പറയുന്നില്ല കേട്ടോ. വളരെയധികം ആളുകൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണത്. പക്ഷേ എന്നിരുന്നാലും ഇന്ത്യ പോസ്റ്റ് നടത്തുന്ന PLIയും RPLIയും കുറച്ചും കൂടെ എക്കണോമിക്കലി ബെനിഫിഷ്യലാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിവേ, രണ്ടാമത്തെ കാര്യമാണത്. അതായത് നമ്മൾ മാസം ഒരു 5000 രൂപ അടയ്ക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അത്രയും കൂടെ തുക അതിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ. അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും സ്പെയർ പാർട്സ് കംപ്ലയിൻറ്റ് സംഭവിക്കുക, അതുപോലെ തന്നെ നമ്മളെ ജീവൻ നഷ്ടപ്പെടുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ നോമിനിക്ക് ആ തുക കിട്ടും. പിന്നെ അവർ തിരിച്ചടയ്ക്കേണ്ടതായിട്ടില്ല. ആ മക്കളോ കുട്ടികളോ ആരും തിരിച്ചടയ്ക്കേണ്ട. മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തുക, പ്രീമിയം തുക എത്രയാണോ ആ തുക അവർക്ക് കിട്ടിയിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ മൂന്നാമത്തെ ഒരു വിഭാഗം ഇൻഷുറൻസ് എന്ന് പറയുന്നത്, നമ്മൾ വണ്ടികളുടെയൊക്കെ ഇൻഷുറൻസ് അടയ്ക്കുന്ന പോലെ ഒരു വർഷത്തെ വണ്ടീൻ്റെ ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അതേപോലെ അത് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അപകടങ്ങളൊന്നും പറ്റിയില്ല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടില്ല, ആ പൈസ പോവും. അതുപോലെ ഒരു 299 രൂപ മുതൽ 899 രൂപ വരെയുള്ള സ്കീമുകളുണ്ട്. അത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിൻ്റെ ഒരു പേയ്മെൻറ്റ് ബാങ്ക് ആയിട്ടുള്ള ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് വഴിയാണ് നടക്കുന്നത്. അത് അതിൽ IPP അക്കൗണ്ട് ഉള്ള ആളുകൾക്കൊക്കെ അതിൽ തന്നെ ക്യാഷ് ഇട്ടുണ്ട്. അതിൻ്റെ IPP അക്കൗണ്ട് തുടങ്ങണം എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. IPPB അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ഒരു ആധാറും
നിങ്ങളെ ഫോണും നിങ്ങളെ വിരലും മതി. ഈ 3 കാര്യങ്ങളുണ്ടായാൽ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ 5 മിനിറ്റ് കൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. മാത്രമല്ല ഗൂഗിൾ പേ അക്കൗണ്ട് ആക്കുകയും ചെയ്യത്. നമുക്കത് ഗൂഗിൾ പേ അക്കൗണ്ട് ആക്കി മാറ്റി 200 രൂപ പ്രീമിയം അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ മാക്സിമം വരുന്നത്. ഗൂഗിൾ പേ ഒക്കെ ആണെങ്കിൽ അതിലൊരു 24 രൂപ ബാലൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 25 രൂപ വേണം 5 വർഷത്തേക്ക് അതിൻ്റെ എക്സ്പെൻഡിച്ചർ. അതുകൊണ്ട് ഒരു 50 രൂപയും കൂടെ അഡീഷണൽ ഇട്ടാണ്ട് 250 അടച്ചാണ്ട് നിങ്ങൾ പ്രീമിയം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതൊരു ഗൂഗിൾ പേ അക്കൗണ്ടായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഗൂഗിൾ പേ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, അതിനേക്കാളും കുറച്ചും കൂടെ ഫെസിലിറ്റീസ് ഉള്ള, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിൻ്റെ RD, അതുപോലെ തന്നെ SB, അതേപോലെ SSA, PLI അങ്ങനെയുള്ള തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിലേക്ക് പൈസ അടയ്ക്കാൻ ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കുക. ഒരിക്കലും നമ്മളിപ്പോൾ ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ട ബുദ്ധിമുട്ടുകളില്ല. എല്ലാം നിങ്ങളെ ഫിംഗർ ടിപ്പിലായിരിക്കും. ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടെങ്കിൽ, വലിയ തെറ്റില്ലാത്തൊരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇന്ത്യ IPPBയുടെ മൊബൈൽ ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ടാവും പ്ലേ സ്റ്റോറിൽ. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെർച്വൽ ATM കിട്ടും. അതുവഴി നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു അക്കൗണ്ടിൽ നിങ്ങൾ ഈ ക്യാഷ് ഇടുകയാണെങ്കിൽ 10 ലക്ഷത്തിനാണ് വെച്ച് കഴിഞ്ഞാൽ 15 ലക്ഷത്തിനാണെങ്കിൽ ഒരു വർഷത്തേക്കാണെങ്കിൽ അങ്ങനെയൊക്കെ നോക്കിയിട്ട് അത് നിങ്ങൾക്ക് 2 തരത്തിലുണ്ട്. ഒന്ന് ആക്സിഡൻ്റൽ ഇൻഷുറൻസും ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസും ഉണ്ട്. രണ്ടും വേറെ വേറെ ഉണ്ട്. പലപ്പോഴും പരസ്യങ്ങളും മറ്റും കാണുന്ന സമയത്ത് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. എന്താണ് ആക്സിഡൻ്റ് ഇൻഷുറൻസ്, എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് ഞാൻ പറയാം. ആക്സിഡൻ്റ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാമ്പ് കടിക്കുക, കുളിമുറിയിൽ തെന്നി വീഴുക, അല്ലെങ്കിൽ ബൈക്കിൽ നിന്ന് വീഴുക, അങ്ങനെ എന്തെങ്കിലും കുത്തിമറിഞ്ഞ എവിടെയെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കയ്യോ കാലോ ഓടിക്കുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ റൂമിന് 1000 രൂപ ദിവസം വാടകയും, അതുപോലെ ഏകദേശം 1 ലക്ഷം രൂപ വരെ ചികിത്സാ ചെലവും കിട്ടുന്നതാണ്. അതിനേലും എമൗണ്ട് ഒരു വർഷത്തേക്ക് ആകെ ചിലവ് 799 രൂപ മാത്രമേ ഉള്ളൂ. മാക്സിമം 599 ഉണ്ട്. 10 ലക്ഷം വേണ്ട വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. 15 ലക്ഷം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. അത് ഡെത്ത് കവറേജ് ആണ് കേട്ടോ. ഒരിക്കലും ചിലവിന് കിട്ടില്ല. അതായത് മൊത്തം ഹോസ്പിറ്റലിൽ ചിലവാകുന്നത് ഒരു 10 ലക്ഷമാണ് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. മാക്സിമം 1 ലക്ഷം രൂപ വരെ ചികിത്സാ ചിലവും അതുപോലെ തന്നെ റൂം വാടകയും കിട്ടും. പിന്നെ അതേപോലെ നമ്മൾ മരിക്കുകയാണെങ്കിൽ 2 കുട്ടികൾക്ക് 1 ലക്ഷം രൂപ വരെ കിട്ടും. ഇങ്ങനെയുള്ള ഒരു സ്കീമുകളാണ് മറ്റൊന്നുള്ളത്. അതായത് നമ്മൾ പൈസ അടച്ചുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസും ആക്സിഡൻറ്റ് ഇൻഷുറൻസും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ഇൻഷുറൻസിനെ കുറിച്ചും ഓരോന്നായിട്ട് ഓരോ എപ്പിസോഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് വീഡിയോസ് നന്നായി കാണൂ. നിങ്ങളെ ഫ്രണ്ട്സിന് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാൻ ഈ ഒരു സൊല്യൂഷനാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം പലർക്കും പല കാര്യങ്ങളും അറിയില്ല. ഇനി ഇതിൽ വല്ല തെറ്റുകുറ്റങ്ങളും ഉണ്ടെങ്കിൽ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർ കമൻറ്റിലൊന്ന് പറയണേ. ഒന്നും കൂടെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമായി. താങ്ക് യു.